ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ഐശ്വര്യ, യുവർ ഓൺ ഐശ്വര്യ മാൻസി. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ടോൾ ഗേൾസ് ഫാഷൻ ട്രിക്സ് ആണ് കേട്ടോ. നമ്മളെന്നല്ല 5 എന്താണ് ടോൾ ഗേൾസും ഷോർട്ട് ഗേൾസും. ഗേൾസ് എന്ന് പറഞ്ഞാൽ അവരുടെ ഹൈറ്റിന്റെ ഡിഫറൻസ് അനുസരിച്ചിട്ട് ടോൾ ഗേൾസിൽ നിന്നും ഷോർട്ട് ഗേൾസിൽ നിന്നും തിരിക്കാം. 5.3 അടിയേക്കാളും നിങ്ങൾക്ക് ഹൈറ്റ് കൂടുതലാണെങ്കിൽ നിങ്ങൾ ടോൾ ഗേൾ ആണ്. 5.3 ഹൈറ്റ് കുറവാണെങ്കിൽ നിങ്ങൾ ഷോർട്ട് ഗേൾ ആണെന്ന് പറയാം. ഇപ്പൊ ഞാനൊക്കെ ഒരു ഷോർട്ട് ഗേൾ വിഭാഗത്തിൽ പെടുന്നതാണ്. പക്ഷെ നമ്മുടെ കൂട്ടത്തിൽ തന്നെ കുറെ പേര് ടോൾ ഗേൾസ് ഉണ്ട്. അവർക്കുള്ള ഫാഷൻ ടിപ്സ് ആണ് ഇന്നത്തെ വീഡിയോ. ടോൾ ഗേൾസിനെ ഹോട്ട് ആൻഡ് സെക്സി ഗേൾസ് എന്നും പറയാറുണ്ട് കേട്ടോ. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ മോഡൽസിനെ ഒക്കെ നോക്കുമ്പോൾ അവരൊക്കെ ഭയങ്കര ഹൈറ്റ് ഉള്ളവരാണല്ലേ. കാരണം അവര് ടോൾ ഗേൾസ് ആണ്. അത് കാരണമാണ് അവരെ കാണുമ്പോൾ ടോൾ ഗേൾസിന് ഒരു ഹോട്ട് ആൻഡ് സെക്സി ലുക്ക് ഉള്ളത് കൊണ്ടാണ് അവരെ അങ്ങനെ വിളിക്കുന്നത് കേട്ടോ. ടോൾ ഗേൾസിന് മാത്രമുള്ള ഒരു കോംപ്ലിമെന്ററി ആണ് കേട്ടോ അത്. അപ്പൊ നമുക്ക് വൈകിക്കേണ്ട, വീഡിയോയിലോട്ട് കിടക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മുടെ ടോൾ ഗേൾസിനുള്ള ഒന്നാമത്തെ ടിപ്പാണ്, നിങ്ങൾ ഒരിക്കലും ചുരിദാർ കുർത്തിയുടെ ഒപ്പം നമ്മൾ ഷോള് ധരിക്കില്ലേ, അത് വെറുതെ ലൂസായിട്ട് അവിടെ വരെ ഇടരുത്. ജസ്റ്റ് ഡ്രേപ്പ് ചെയ്തിടുക. അതാണ് ഏറ്റവും ഭംഗി നിങ്ങൾക്ക്. അത് മാത്രമല്ല, നിങ്ങളുടെ ആ ഹൈറ്റിന് കോംപ്ലിമെന്ററി ആയിരിക്കാൻ അതാണ് നല്ലത്. നിങ്ങൾ ഒരിക്കലും ലൂസാക്കി ഇടരുത്. പിന്നെ രണ്ടാമത്തെയാണ്, നിങ്ങൾക്ക് അനാർക്കലി മോഡൽ ഡ്രസ്സസ് ആയിരിക്കും ഈ ചുരിദാർ ടൈപ്പിലെ ഏറ്റവും ഭംഗി ഉണ്ടാവുക കേട്ടോ. നിങ്ങളുടെ ഹൈറ്റിന് വേണ്ടിയിട്ട് മിക്കവർക്കും ഇടാൻ ബുദ്ധിമുട്ടുള്ള ഒരു ടൈപ്പ് ഡ്രസ്സാണ് നമ്മുടെ പഞ്ചാബി ടൈപ്പ് ഡ്രസ്സില്ലേ, ലെങ്ത് കുറഞ്ഞ ടൈപ്പ് കുർത്തീസും പട്ടിയാല പാൻസും നമ്മുടെ മല്ലൂസിങ്ങിലൊക്കെ ഇട്ടിട്ട് കണ്ടിട്ടില്ലേ. അതായത് ഷോർട്ട് കുർത്തീസ് വിത്ത് പട്ടിയാല പാൻസ്. അത് ഏറ്റവും കൂടുതൽ ഭംഗി ഉണ്ടാവുക ഈ ടോൾ ഗേൾസിനായിരിക്കും കേട്ടോ, ഷോർട്ട് ഗേൾസിനെക്കാളും. നെക്സ്റ്റ് കാറ്റഗറിയാണ് മാക്സി ഡ്രസ്സസ്. അതായത് നമ്മൾ ഇപ്പൊ നൈറ്റി തുണിയൊക്കെ എടുത്തിട്ട് അതിന് പ്രിന്റഡ് മെറ്റീരിയൽസ് എടുത്തിട്ട് ഉടുപ്പ് പോലെ തയ്ക്കില്ലേ, അങ്ങനത്തെ മോഡൽ ഓഫ് ഡ്രസ്സസ് ടോൾ ഗേൾസിന് നല്ല ഭംഗിയുണ്ടാവും. അതേപോലെ ഇവർക്ക് ഏറ്റവും ഭംഗിയുള്ള വേറൊരു ടൈപ്പ് ഓഫ് ഡ്രസ്സാണ് മിഡി ഡ്രസ്സസ്. അതായത് സ്കേർട്ട് ആൻഡ് ഡ്രസ്സുകളില്ലേ, അത് ഇവർക്ക് നല്ല ഭംഗിയുണ്ട്. നെക്സ്റ്റ് കാറ്റഗറിയാണ് ഇവർക്ക് ഓവർ സൈസ് ആയിട്ടുള്ള ഡ്രസ്സസ്. ഓവർ സൈസ് ക്രോപ്പ് ടോപ്സ് അല്ലെങ്കിൽ ബനിയൻസ്, പാൻസ്, ഇതൊക്കെ ഇവർക്ക് നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. നിങ്ങളൊരു ടോൾ ഗേൾ ആണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഹൈ വേസ്റ്റ് ജീൻസ് ഉപയോഗിക്കരുത്. നിങ്ങൾക്ക് ഒരു നോർമൽ ജീൻസ് തന്നെ നിങ്ങൾക്ക് നല്ല ഭംഗിയുണ്ടാവും. ഹൈ വേസ്റ്റ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ ഹൈറ്റ് ഒരു ലെവൽ കൂടുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതൊരിക്കലും നിങ്ങൾക്ക് അത്ര പെർഫെക്റ്റ് ആയിരിക്കില്ല. അപ്പൊ നിങ്ങൾ ഒരിക്കലും ഹൈ വേസ്റ്റ് ജീൻസ് യൂസ് ചെയ്യരുത് കേട്ടോ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ഭംഗിയുള്ള ഒരു ടൈപ്പ് ഡ്രസ്സാണ് ലോങ് ലെങ്ത് ജാക്കറ്റ് കേട്ടോ. അഥവാ നിങ്ങൾക്ക് ഹൈ വേസ്റ്റ് ജീൻസ് ഇടണമെങ്കിൽ അതിൻ്റെ ഒപ്പം ബൂട്ട്സുകൾ ഇടാം. ബൂട്ട്സ് ഇട്ട് നിങ്ങൾക്ക് കൂടുതൽ ഭംഗിയുണ്ടാവും. പിന്നെ ഹീൽസ് ലുക്ക് കോൺഫിഡൻറ്റ്. പക്ഷേ നിങ്ങൾക്ക് ഏറ്റവും ഭംഗി ഉണ്ടാവുക ഷോർട്ട് ഹീൽസ് ആയിരിക്കും കേട്ടോ. നെക്സ്റ്റ് ആണ് ജ്വല്ലറി. നിങ്ങൾ നല്ല ഹൈറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നെക്കിന്റെ അവിടെ നിങ്ങൾക്ക് ഹൈറ്റ് ഷോർട്ട് ആക്കാൻ പറ്റും കേട്ടോ. അതിനായിട്ടുള്ള ഒരു മാർഗമാണ് നമ്മൾ ഒരു ജ്വല്ലറിയിൽ ശ്രദ്ധിക്കുക എന്നുള്ളത്. നിങ്ങൾക്ക് നല്ല ചങ്കി ആയിട്ടുള്ള ഓക്സിഡൈസ്ഡ് സിൽവർ ഓക്സിഡൈസ്ഡ് ജ്വല്ലറീസ് നല്ല കട്ടിക്ക്, അതായത് വലിയ നല്ല കനത്തിലുള്ള ചോക്കേഴ്സ് ഒക്കെ സിമ്പിൾ ആക്കാണ്ട് ഇത്രയും കൂടി ഗ്രാൻഡ് ആക്കിയിട്ടുള്ള ചങ്കി ടൈപ്പ് ഓഫ് ഓക്സിഡൈസ്ഡ് ജ്വല്ലറീസ് നിങ്ങൾക്ക് നന്നായി ഇണങ്ങും. നിങ്ങൾ അത് കൂടുതൽ പെർഫെക്റ്റ് ആക്കും. അതേപോലെ നിങ്ങൾക്ക് നല്ല കട്ടിയുള്ള വള, ഇങ്ങനെ തുറക്കടക്കി അങ്ങനത്തെ ഒറ്റ വള ഇത്ര ലെങ്ത്തിൽ കിട്ടില്ലേ, അങ്ങനത്തെ വള നിങ്ങൾക്ക് നല്ല ഭംഗിയുണ്ടാവും. നെക്സ്റ്റ് ആണ് ബാഗ്സ്. ബാഗ് നോക്കുമ്പോൾ നിങ്ങൾ കുഞ്ഞ് ഇങ്ങനെ പേഴ്സ് പോലത്തെ ബാഗ് ഒന്നും വാങ്ങരുത്. നിങ്ങൾക്ക് നല്ല വലിപ്പമുള്ള ബാഗിൽ അത്യാവശ്യം ഇങ്ങനെ ഒരു പെട്ടി പോലെ നിൽക്കുന്നതും അങ്ങനത്തെ അല്ലെങ്കിൽ നല്ല ചങ്കി ടൈപ്പ് അത്ര ഷേപ്പ്ലെസ് ആയിട്ടുള്ള ബാഗ്സ് ഒക്കെ ബിഗ് സൈസ് വാങ്ങി നിങ്ങൾക്ക് നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് നിങ്ങളൊരു ടോൾ ഗേൾ ആണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങളോ ഡൗട്ടോ വീഡിയോനെ പറ്റിയുള്ള ഡൗട്ട്സോ ഇനി എന്ത് വീഡിയോ വേണ്ടതെന്ന് വെച്ചൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് ഒരു പുതിയൊരു വീഡിയോ വരയ്ക്കും. ബൈ ഗൈസ്.